ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ന്യൂബ് ടു പ്രോ മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമ്മൾ മറ്റൊരു ക്ലിക്ക് റിവ്യൂയിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഓപ്പോ K13 5G ഫോൺ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അണ്ടർ 20K കടിയിൽ ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് ഓപ്പോ K13. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതെന്തെല്ലാം നല്ലതാണോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ, ഏത് കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയാണ് ഓപ്പോ K13 5G ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഇന്നത്തെ എൻ്റെ ക്ലിക്ക് 5 മിനിറ്റ്സ് റിവ്യൂവിൽ ഉണ്ടാവുന്നതാണ്. മസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10/7 നമുക്ക് കൊടുക്കാം. അത്ര റേറ്റിങ്ങോട് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഇനി ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ Qualcomm Snapdragon 6 Gen 4 എന്ന ചിപ്സെറ്റ് നൽകിയിരിക്കുന്നത്. മിഡ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ. റാം വേരിയൻറ്റുകൾ വരുന്നത് 8GB റാം പ്ലസ് 128 GB സ്റ്റോറേജ്. പിന്നെ മറ്റൊരു വേരിയൻറ്റ് 8GB റാം പ്ലസ് 256 GB സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ UFS 3.1 തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രകടനം തന്നെ നൽകുന്നുണ്ട്. ഇനി ക്യാമറ വേരിയൻറ്റുകൾ നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 2 MB ഡീപ്പ് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ബേസ് നോക്കുകയാണെങ്കിൽ 16 MB സോണി IMX418 നല്ലൊരു ക്യാമറ തന്നെ നൽകിയിരിക്കുന്നതാണ്. ക്യാമറ വേരിയൻറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 7000 mAh ബാറ്ററി ഉണ്ട്, പ്ലസ് 80 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇതിൽ നല്ലൊരു കാര്യം തന്നെയാണ് ഇതിന്. പിന്നെ കൂളിംഗ് സിസ്റ്റം ഇതിലുണ്ട്. താപനില നിയന്ത്രണം, അതായത് കൂളിംഗ് സിസ്റ്റം ഇതിലുണ്ട്. 5700 mm പേപ്പർ കൂളിംഗ് ചാമ്പർ പ്ലസ് 6000 mm ഗ്രാഫിക് ഷീറ്റാണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് നൽകിയിരിക്കുന്നത്. IP റേറ്റിംഗ് 65 റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതായത് ഡസ്റ്റ് സെൻസർ, അതായത് ഡസ്റ്റിനെ അത് കവർ ചെയ്തുകൊള്ളും, അല്ലാതെ റെയിൻ പ്രൂഫോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫോ അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ColorOS 15 ആണ്. Android 15 ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഫിംഗർ പ്രിൻ്റ് പിന്നെ നമ്മൾ എല്ലാ ഇപ്പോഴത്തെ മോഡലുകളിലും വരുന്നത് പോലെ തന്നെ സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 208 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ്. 8.4 mm തിക്നെസ്സും ഇതിനുണ്ട്. പിന്നെ AI ഫീച്ചറുകളുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. AI ഇറേസർ, റിഫ്ലക്റ്റ് റിമൂവർ, വിത്ത് ടച്ച് മോഡ്, ഗീവ് മോഡ്, അങ്ങനെ അധികം AI ഫീച്ചറുകളും ഇതിൽ നൽകുന്നുണ്ട്. ഇതിൽ നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ നൽകുന്നുണ്ട് കമ്പനി അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 49.4 മണിക്കൂർ അല്ലെങ്കിൽ 10.3 മണിക്കൂർ ഗെയിമിങ്ങിന് മാത്രം ഇതിൻ്റെ ചാർജ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് 32.7 മണിക്കൂർ മ്യൂസിക് പ്ലേ തുടങ്ങിയവയിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ലാതെ പോകും. പിന്നെ ചാർജിങ്ങിൻ്റെ ഘടകം നോക്കുമ്പോൾ 80 വാട്ടിംഗ് ചാർജിങ് ഉപയോഗത്തിന് ഭയങ്കര സ്പീഡിൽ 62% ആവണമെങ്കിൽ നമ്മൾ കുത്തിയിട്ട് 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് 62% ചാർജ് ആവുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് ഇതിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ഇത് ഏത് കാറ്റഗറിയാണെന്നുള്ള കാര്യം അതെല്ലാം ഞാൻ ഇപ്പോൾ പറയുന്നതാണ്. ഈ ഫോൺ തീർച്ചയായും മിഡ് റേഞ്ചിൽ ഗെയിമിങ്ങിന് മാത്രം സജസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. കാരണം ചാർജിങ് കപ്പാസിറ്റി, കൂളിംഗ് സിസ്റ്റം
അങ്ങനെ എല്ലാ ഗെയിമിംഗ് സിസ്റ്റം ഏകദേശം എല്ലാം ഈ മിഡ് റേഞ്ചിൽ കിട്ടാവുന്നതെല്ലാം ഇവർ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഗെയിമിംഗ് ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇതിന് ബാറ്ററി ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. പക്ഷേ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല വലിയ കാര്യത്തിൽ. പക്ഷേ നമ്മൾ കൂടുതലും ഏറ്റവും ഗെയിമിങ്ങിന് വേണ്ടി ഈ ഫോൺ സജസ്റ്റ് ചെയ്യുക. ഓഫ്ലൈൻ മാർക്കറ്റുകളിൽ പോയി ആദ്യം എടുത്ത് വെക്കുന്ന ഫോൺ ഇതാണ്. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഫോൺ ഗെയിമിങ്ങിന് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഫോട്ടോസ്, നൈറ്റ് ലൈറ്റ് അങ്ങനത്തെ ഓരോ ഫോട്ടോ മോഡ് അല്ലെങ്കിൽ വ്ളോഗിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ പരിഗണിക്കേണ്ടതില്ല. മറ്റേതെങ്കിലും ഈ റേഞ്ചിൽ തന്നെ വരുന്ന മറ്റേതെങ്കിലും ഫോൺ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഗെയിമിങ്ങിന് വേണ്ടി ഓപ്പോ K13 ഇറക്കിയ നല്ലൊരു ഫോൺ തന്നെയാണ് ഓപ്പോ. ഇതിൻ്റെ മറ്റൊരു വേരിയൻ്റ് ഉണ്ട്. കുറച്ചുകൂടി പൈസ കൊടുത്താൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടി കൂളിംഗ് ഫാൻ അടക്കം വരുന്ന ഓപ്പോ K13 ടർബോ ഉണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. ന്യൂബ് ടു പ്രോ മൈ ചാനൽ.